ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കടമക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ്. ഞാൻ എപ്പോഴും സ്ഥിരം കാണിക്കുന്ന ഒരു റോഡുണ്ടല്ലോ, കണ്ടെയ്നർ റോഡ്, എറണാകുളത്തിന് പോകുമ്പോൾ. അത് തന്നെ റൂട്ട്. അതിൻ്റെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരെ പോയ എറണാകുളം, റൈറ്റ് തിരിഞ്ഞ് പോയ കടമക്കുടി. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടമക്കുടിക്ക് അങ്ങോട്ടേക്ക് റൈറ്റിലേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതുവരെ കടമക്കുടിക്ക് പോയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് കടമക്കുടി കാണാൻ പോണത്. എപ്പോഴും നമ്മുടെ അടുത്തുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ പറയും, കടമക്കുടി കാണാൻ പോയി, കടമക്കുടി കാണാൻ പോയി എന്ന്. അപ്പോൾ ഇത് നമുക്കൊന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ പോവാണ്. അപ്പോൾ ഇത് എൻ്റെ ഉമ്മച്ചിയൊക്കെ കാണാൻ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ടായില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് പോണതാണ്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഇന്നൊരു കല്യാണം ഉണ്ടായി. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ വഴി നേരെ ഇങ്ങനെ പോവുകയാണ്. ഒരു യാത്ര ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഈ റോഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഈ റോഡ് ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദാ ഈ റൈറ്റ് തിരിഞ്ഞ് ഈ പോണത് കടമക്കുടി ആ റൂട്ടിലേക്കാണ്. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് എറണാകുളത്തേക്കും പോകാം കേട്ടോ. ആ റോഡാണിത്. അപ്പോൾ ഇതിങ്ങനെ കടമക്കുടിയിൽ കാണാനായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ കായലാട്ടോ. കായലും കായലിൻ്റെ തീരത്തുള്ള കാഴ്ചകളും നടുക്ക് റോഡും, അപ്പുറത്തും ഇപ്പുറത്തും കായൽ, നടുവിലൂടെ റോഡ്, അങ്ങനെ അതാണൊരു വൈബാണത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. റീൽസ്, ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളിവിടെ ഒന്നും ഇറങ്ങിയില്ല, ഞങ്ങളിങ്ങനെ കണ്ട് പോവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കാണാൻ തന്നെ ഒരു രസമാണല്ലോ. പിന്നെ ഈ കണ്ടൽക്കാടുകളും കായലിനോട് ചേർന്ന് ഇങ്ങനെ കുറേ വൃക്ഷങ്ങളും തൈകളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ മണ്ണൊലിപ്പ് തടയാൻ പാകത്തിനുള്ള കണ്ടൽ കാടുകളാട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടു. ചിലതിലാണെങ്കിൽ നിറയെ പൂത്തൊക്കെ ഉണ്ടാവും, നല്ല പൂക്കളും കളർഫുള്ളായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. വൈറ്റ്, പിന്നെ നല്ല മജന്ത കളറ്, മഞ്ഞ, അങ്ങനെയൊക്കെ പൂത്ത് നിൽക്കണതും കാണാൻ പറ്റും. പിന്നെ ഈ കായലിങ്ങനെ കണ്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വൈബാട്ടോ. ഇപ്പോഴാണെങ്കിൽ നല്ല പറ്റിയ കാലാവസ്ഥയാണ്. ഒട്ടും മഴയും പെയ്യണില്ല, വെയിലും ഇല്ല, നല്ല തണുപ്പും ഉണ്ട്. അങ്ങനത്തെ ഒരു അന്തരീക്ഷം. അപ്പോൾ ഇതിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നമുക്ക് കാറിൽ തന്നെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ ബൈക്കായാലും ബസ്സായാലും ആ വണ്ടിയിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ കാണാം. നമുക്ക് ഇറങ്ങണം എന്നില്ല, അങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റിയ കാഴ്ചകളാണ്. പിന്നെ ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇച്ചിരി ഡേഞ്ചറായിട്ടുള്ളൊരു റോഡാട്ടോ. ഒട്ടും വീതിയില്ലാത്ത റോഡാണ്. അപ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കൂടി വണ്ടി വന്നു കഴിഞ്ഞാൽ പണി കിട്ടും, അങ്ങനത്തെ ഒരു റോഡാണ്. അപ്പോൾ ഇത് നമ്മൾ ജങ്കാർ സർവീസ് ഉണ്ട്, അങ്ങടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റോഡാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ എതിരെ നിന്നൊരു ഗ്യാസ് വണ്ടി വരുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ അവരും ഞങ്ങളും ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സഹകരിച്ച് അങ്ങനെ ക്രോസ് ചെയ്ത് പോയി. അങ്ങനെ പിന്നെ നമ്മൾ ജങ്കാർ സർവീസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേനും മഴ ഒന്ന് ചാറിയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ജങ്കാർ. ഈ ജങ്കാർ സർവീസിൽ നമുക്ക് വണ്ടി കൊണ്ടാൻ വേണ്ടിയിട്ടൊക്കെ വേറെ റൂട്ടുണ്ട്. നമുക്ക് തിരിച്ച് പോകുമ്പോൾ ഇനി നമുക്ക് അപ്പുറത്തേക്ക് പോകണ്ട. അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലല്ലോ, ഇപ്പം കണ്ടത് ഞാനാട്ടോ. അപ്പോൾ ഞങ്ങളിത് ആ വണ്ടിയൊക്കെ ജങ്കാറിൽ കയറ്റിയിട്ടുണ്ട്, ഞങ്ങളും കയറിയിട്ടുണ്ട്. പിന്നെ അക്കരയ്ക്ക് പോവാണ്. നമ്മൾ ഇക്കരെ എത്തിയിട്ടോ. ഇനി അതിലെ തന്നെയുള്ള ഡ്രൈവാണ്. അപ്പോൾ കടമക്കുടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ വരുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ, വണ്ടികളൊക്കെ അവിടെ ഉണ്ട്. ഒരു പ്രത്യേക ഭംഗിയുള്ള അന്തരീക്ഷമല്ലേ. നമുക്ക് ഇങ്ങനെ ഒരു കായലും കായലിനോട് ചേരെ മരങ്ങളും
നല്ല കാറ്റും നല്ലൊരു അന്തരീക്ഷം കേട്ടോ. നമുക്ക് വീട്ടിലിരുന്ന് ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ കാഴ്ചകൾ കാണാൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. പിന്നെ ബോട്ട് സർവീസ് ഉണ്ട്, അത് കുറച്ച് ദൂരേക്ക് നീങ്ങിയിട്ടാണ്. നമുക്ക് ബോട്ട് കയറണമെങ്കിൽ അവിടെ പോയിട്ട് കയറുകയൊക്കെ ചെയ്യാം. ഞങ്ങൾ ബോട്ട് കയറാനായിട്ട് പോയില്ല കേട്ടോ. നമ്മളിപ്പോൾ ചെങ്കാറൊക്കെ കയറി വന്നതാണ്. പിന്നെ നമുക്ക് ബോട്ട് സവാരിയൊക്കെ നമ്മളെപ്പോഴും ചെയ്യാറുള്ളതാണ്, അതുകൊണ്ട് ബോട്ടിനൊന്നും കയറാൻ പോയിട്ടില്ല. പിന്നെ ഇവിടെ പറയാനാണെങ്കിൽ ഈ വാളൻ പുളി ഉണ്ടാവണ മരം ഉണ്ടല്ലോ, ഇതിങ്ങനെ കുറേ മരങ്ങളുണ്ട്. അപ്പോൾ ഇതാദ്യം ഇങ്ങനെ താഴെ തൈകളായിട്ട് നിൽക്കുമ്പോൾ ആണ് എൻ്റെ ഉമ്മച്ചിയൊക്കെ വന്നെന്ന് പറഞ്ഞത്. അപ്പോൾ അവർ ഉമ്മച്ചിയൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടോ, കൈ കൊണ്ട് എത്തിച്ച് ഇങ്ങനെ പുളി പറിക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടി പൊക്കം വെച്ചു, എന്നാലും ചില മരങ്ങൾ ഒട്ടും പൊക്കം വയ്ക്കാതെയും നിറയെ പുളി ഉണ്ടായി കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ. പിന്നെ കുറേ സ്റ്റുഡൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ, കോളേജ് സ്റ്റുഡൻസും അല്ലാണ്ട് മുതിർന്നവരും ഫാമിലിയും ഒക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ റീൽസ് എടുക്കാനായിട്ടും ഷൂട്ടും ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ പേര് ജസ്ന എന്നാണ്. എനിക്ക് 3 മക്കളാണ്. മോള് സഫ്ന, പിന്നെ സഫ്വാൻ, ഫൈസാൻ, അങ്ങനെ 3 പേരാണ്. ഹസ്ബൻഡിൻ്റെ പേര് സിദ്ദിഖ് എന്നാട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഞങ്ങളെല്ലാവരെയും കാണാം, അതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തിയത് കേട്ടോ. എന്നെ നിങ്ങളിതുവരെയും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഏത് കാടും ചെടിയും കണ്ടാലും ഇങ്ങനെ ഒന്ന് നോക്കി നിൽക്കും. അപ്പോൾ ആ പുല്ലിന് നല്ല ഭംഗിയുള്ള പുല്ലും അതിൽ പൂക്കൾ കണ്ടപ്പോൾ ഞാനത് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. പിന്നെ നമ്മളും കുറേ നേരം അവിടെ നിന്ന് കുട്ടികൾ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു മരം ഉണ്ടായി, ആ മരത്തിൽ എല്ലാവരും വന്നിട്ട് അതിൽ കയറിയിട്ടാണ് കേട്ടോ ഫോട്ടോ കൂടുതൽ എടുക്കണം. നല്ല ഭംഗിയാണത് കാണാൻ, ഇങ്ങനെ വെള്ളത്തിലേക്ക് ചാഞ്ഞ് നിൽക്കണതായതുകൊണ്ട്. അപ്പോൾ നമുക്കവിടെ അവരൊക്കെ ഒന്ന് മാറിയിട്ട് വേണം കയറാനെന്ന് പറഞ്ഞിട്ട് മക്കൾ നിൽക്കണ്ടായി. പക്ഷേ ഹൗസ്ഫുള്ളായിരുന്നു കേട്ടോ ആ മരം ഇത്ര നേരം. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ആളുകളൊക്കെ ഒന്ന് ഒഴിവായപ്പോൾ ഇവർ പോയിട്ടുണ്ട് അങ്ങടേക്ക് കയറാനെന്നും പറഞ്ഞിട്ട്. ഞാനാണെങ്കിൽ ഈ പുളിമരത്തിൻ്റെ ചുറ്റും ഇങ്ങനെ റൗണ്ട് അടിച്ച് നടക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കൈ എത്തുന്ന സ്ഥലത്തൊക്കെ കുറച്ച് പുളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പച്ച പുളിയാട്ടോ, തീരെ പിഞ്ചാണ്. പക്ഷെ കാണുമ്പോൾ നമുക്ക് പൊട്ടിക്കാൻ തോന്നില്ല. അപ്പോൾ ഞാനതിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ടത്തെ സ്കൂൾ കാലത്തേക്ക് പോകും കേട്ടോ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇതിങ്ങനെ പച്ചയും എങ്ങനത്തെ പുളിയായാലും വേണ്ടില്ല, കിട്ടണതൊക്കെ ഉപ്പും കൂട്ടി കടിച്ച് കഴിച്ചുകൊണ്ടിരുന്നതൊക്കെ ഓർമ്മ വരും കേട്ടോ. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ വായിക്കൂടെ വെള്ളം വരും. പക്ഷേ ഇപ്പം എനിക്കതൊന്നും കടിക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ പൊന്നോ, പല്ലൊക്കെ പൊളിച്ചിട്ട് പോകും. പക്ഷേ ഞാൻ കുറച്ച് പുളിയൊക്കെ പറിച്ച് കൈ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടു, ഇതൊക്കെ ഇവിടെ ആരും നട്ടുപിടിപ്പിച്ചേക്കണതൊന്നുമല്ല, തന്നെ ഉണ്ടാവണ കാട്ടുതെറ്റിയുണ്ടല്ലോ, അങ്ങനെ പൂത്ത് നിൽക്കണതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതൊരു ഫാമിലി, അവരുടെ പട്ടിക്കുട്ടീനെയായിട്ട് ഈവനിങ് വാക്കിന് പോണതാട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ട് അവർ ചിരിക്കണ്ട്, വീഡിയോ എടുത്തോ എന്നുള്ള മട്ടിന്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം അവരെ നോക്കി നിന്ന്. അപ്പോഴത്തേനും ഇവരിവിടെ മരം കയറി ഫോട്ടോയൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം അവിടെ സ്പ്ലെൻഡ് ചെയ്തു കേട്ടോ. കുറേ നേരം നമുക്ക് നേരം പോണതേ അറിയില്ല. നല്ലൊരു വൈബുണ്ട്, നല്ലൊരു സുഖമുള്ള അന്തരീക്ഷമാണ്. വണ്ടി ഓടിച്ചിട്ട് പോകാനും പറ്റിയ സ്ഥലമാട്ടോ ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ചു വരുവാണ്. പിന്നെ അവിടെ നല്ല കാഴ്ചകളും നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കാഴ്ചകളും ഉണ്ടാവട്ടെ. ഈ കോളേജ് സ്റ്റുഡൻസ് ഇങ്ങനെ കുറച്ച് പ്രണയ സല്ലാപങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല, പിള്ളേരല്ലേ. അപ്പോൾ അവരും അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു വന്നത് ഈ റൂട്ട് തന്നെ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കളമശ്ശേരിക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്, പിന്നെ നമ്മൾ തിരിച്ച് ജങ്കാർ വഴിയല്ല പോയത്, ഈ റൂട്ട് തന്നെ പോരും കേട്ടോ. അപ്പോൾ വരാപ്പുഴ കൂടിയിട്ട് വരാണ്. അപ്പോൾ വരാപ്പുഴ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്. അപ്പോൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോരുവാണ്. ഇതൊക്കെ തന്നെയാട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. നല്ല ഭംഗിയല്ലേ കാണാൻ. പിന്നെ കുറച്ചിങ്ങോട്ട് നീങ്ങുമ്പോൾ ഈ എക്സസൈസൊക്കെ ചെയ്യാനും ഈ
മെയിനായിട്ട് ഈവനിങ് വാക്കിന് വരുന്നവർക്കും മോർണിംഗ് വാക്കിന് വരുന്നവർക്കും കുറച്ച് എക്സസൈസ് ചെയ്യാൻ പറ്റിയ ഏരിയകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഒരു ഡെയിലി വന്നവരായിരിക്കും, അവരതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണാനായിട്ട് ജസ്റ്റ് വന്ന് പോകണവരല്ലേ. അപ്പോൾ ഇവിടെയാണ് ഈ ബോട്ട് സർവീസും. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ നിന്നാണ് നമ്മളെ ബോട്ടിൽ കയറ്റി കൊണ്ടുപോകണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നമ്മുടെ റൂട്ട് മാറ്റി ഇങ്ങോട്ട് പോന്നു. ബോട്ട് സർവീസിൻ്റെ അങ്ങോട്ട് കയറിയിട്ടില്ല. ഇവിടെ ഒരുപാട് വീടുകളൊന്നും കാണാനില്ല. പക്ഷേ കുറേ നല്ല ആളുകൾ ഇങ്ങനെ കുറേ പോകുന്നുണ്ട്. പക്ഷെ വീടുകൾ ഉള്ളിലേക്കൊക്കെ നീങ്ങിയിട്ടാന്ന് തോന്നുന്നു. നേരെ കാണുമ്പോൾ വീട് കുറവായിരുന്നു. ഇപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തെത്തിയപ്പോൾ എടുത്ത വീഡിയോ ആയിട്ടത്. ഇതിപ്പോൾ നമ്മൾ മെയിൻ റോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നല്ല ഹൗസ്ഫുൾ ഏരിയ എന്ന് പറഞ്ഞാൽ അതിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിറയെ വീടും സ്കൂളും ഒക്കെ കാണാം. പിന്നെ നമ്മൾ വരാപ്പുഴ എത്തിയപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങോട്ട് പോയില്ല കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ആളെ വിളിച്ചപ്പോൾ അവർ പത്തനംതിട്ടയിലാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് കയറാതെ നേരെ പോരുവാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ മുതൽ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഉച്ചയ്ക്കൊക്കെ കല്യാണമൊക്കെ ആയിട്ട് ഇന്ന് കുക്കിംഗ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഈവനിങ് ആയപ്പോൾ നല്ലൊരു യാത്രയൊക്കെ പോയി. അങ്ങനെ നല്ലൊരു വൈബുള്ള നല്ലൊരു സുഖമുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേനും സന്ധ്യ ആയിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഴയും പെയ്തായിരുന്നു. ഇപ്പം മഴയൊന്നും ഇല്ലാത്ത സമയമായിരുന്നു. പിന്നെ നമ്മൾ ആലുവയൊക്കെ എത്താറായപ്പോഴത്തേനും മഴയും പെയ്തായിരുന്നു. അപ്പോൾ പോയി വരണ വരെ നല്ല സുഖമായിരുന്നു. അങ്ങനെ നല്ല കാഴ്ചകളും നല്ല വൈബുമായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്ത് പോയൊരു ട്രിപ്പായിരുന്നു. കടമക്കുടി ഇതുവരെയും കണ്ടിട്ടുണ്ടായില്ല. ആദ്യമായിട്ടാണ് കടമക്കുടിക്ക് പോയത്. ഇപ്പോൾ കടമക്കുടി എന്ന് പറയുമ്പോൾ എൻ്റെ വിചാരം അവിടെ എന്തൊക്കെയോ സംഭവങ്ങളാണെന്നാണ്. പക്ഷേ നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. പ്രകൃതിയുടെ തന്നെ പല പല വേർഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കുന്നുകളും മലകളും കാടുകളും മാത്രമല്ല, കായലും അരുവിയും തോടും എല്ലാം കണ്ണിന് കുളിർമ കിട്ടുന്ന കാഴ്ചകളല്ലേ. നല്ല പച്ചപ്പും നല്ല ജലവും. ഈ ജലാശയങ്ങളിലേക്കൊക്കെ കുറേ സമയം നോക്കിയിരുന്നാൽ തന്നെ മൈൻഡൊക്കെ നന്നായിട്ട് റിലാക്സ് ആയി കിട്ടും കേട്ടോ. നമ്മുടെ വിഷമങ്ങളൊക്കെ അലിഞ്ഞില്ലാതെയാവുമെന്നാണ് പറയണത്. ഈ പച്ചപ്പും ജലാശയമൊക്കെ ഒരുപാട് നമ്മളിങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ. അങ്ങനെ വന്ന് നമ്മൾ നമ്മുടെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ വീഡിയോ എടുത്തതാണ്. വീട്ടിലേക്ക് കയറുന്നതും കൂടി വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാണുന്ന മതിലുണ്ടല്ലോ, ഇത് നമ്മുടെ വീടിൻ്റെ മതിൽ. അങ്ങനെ വീടെത്തിയിട്ടുണ്ട്. ഇനി മോള് പോയി ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ട്. പിന്നെ വണ്ടി കയറ്റിയിടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.